നമ്മളൊരു കാര്യം നിർത്തിവെച്ചു, അത് പിന്നീട് നമ്മൾ ഒന്നും കൂടി തുടങ്ങില്ലേ, അതിനെന്താ ശരിക്കും ഇംഗ്ലീഷിൽ പറയാം? റീസ്റ്റാർട്ട്. റീസ്റ്റാർട്ട് എന്നുള്ള വേർഡായിരിക്കും നമുക്ക് പൊതുവേ അറിയുന്നുണ്ടാവുക. ഇതല്ലാണ്ട് വേറൊരു വേർഡ് ഇംഗ്ലീഷിലുണ്ട്, അതൊരു ഫ്രേസ് എന്ന് പറയാം. അത് 2 വേർഡ്സ് ഒരുമിച്ച് ഉപയോഗിക്കുന്ന ഒരു യൂസേജ്, ദാറ്റ് ഇസ് സ്റ്റാർട്ട് ഓവർ. സ്റ്റാർട്ട് ഓവർ എന്ന് പറഞ്ഞാൽ ഒന്നും കൂടി തുടങ്ങുക എന്നുള്ള മീനിങ് ആണ്. ഓക്കെ, സോ കുറച്ച് സെൻറ്റൻസ് ഞാൻ പറയാം, അതിന് ഇംഗ്ലീഷ് പറയാം കേട്ടോ. ഞാൻ എഴുതിയത് തെറ്റിപ്പോയി, അതുകൊണ്ട് ഞാൻ ആദ്യം മുതൽ തുടങ്ങും. What I wrote was wrong, so I have to start over. തുടങ്ങും, I will start over. I will start over. Okay, so I wrote it wrong, so I will start over. Okay, ഗെയിം നിന്നാൽ നമുക്ക് ആദ്യം മുതൽ തുടങ്ങാം. If the game stops, we can start over the game. Yes, we can start over. Okay. ഒരു പുതിയ തുടക്കത്തിനായി അവർ പുതിയ സിറ്റിയിലേക്ക് മൂവ് ചെയ്തു. For a new start over, they moved into a new city. They moved to a new city because to start over. Okay, to start over, ഒന്ന് തുടങ്ങാൻ വേണ്ടിയിട്ട്. അവൾക്ക് പഴയതൊക്കെ മറന്ന് ഒരു പുതിയ തുടക്കം വേണം. She needs to start. She wants to forget the past and start over. Okay, she wants to forget the past and start over. അങ്ങനെയാണെങ്കിൽ ഫയൽ നഷ്ടപ്പെട്ടത് കൊണ്ട് അവൻ ആദ്യം മുതൽ തുടങ്ങേണ്ടി വന്നു. ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം.